ഹലോ, ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് പിക്ചേഴ്സ് ഡ്രോൺ ഓൺ വാട്ടർ എന്ന് പറയുന്ന പോയമാണ് ബൈ കെ സച്ചിദാനന്ദൻ. കെ സച്ചിദാനന്ദൻ്റെ പിക്ചേഴ്സ് ഡ്രോൺ ഓൺ വാട്ടർ എന്ന് പറയുന്ന പോയത്തിൽ ഇറ്റ്സ് എ ബൈലിംഗ്വൽ പോയറ്റ്. കെ സച്ചിദാനന്ദൻ എന്ന് പറയുന്നത് അദ്ദേഹം തൃശ്ശൂർ പുല്ലൂട്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ജനിച്ചത്. ഇറ്റ്സ് എ ബൈലിംഗ്വൽ പോയറ്റ് എന്ന് പറയുമ്പോൾ രണ്ട് ഭാഷയിലും ഇംഗ്ലീഷിലും അതുപോലെ തന്നെ മലയാളത്തിലൊക്കെ എഴുതുന്ന കവിയാണ്. ക്രിട്ടിക്കാണ്, പ്ലേ റൈറ്റാണ്, അതേപോലെ ട്രാൻസ്ലേറ്ററാണ്, ഫിക്ഷൻ റൈറ്ററാണ്, ട്രാവൽ റൈറ്ററാണ്, എല്ലാമാണ്. അതേപോലെ അദ്ദേഹം ഹീസ് ഹെയിൽഡ് ആസ് എ പയനിയർ ഓഫ് മോഡേൺ ഇന്ത്യൻ പോയട്രി എന്നാണ്. മോഡേൺ ഇന്ത്യൻ പോയട്രി, ആധുനിക ഇന്ത്യൻ കവിതകളുടെ ഒരു പയനിയർ, പൂർവികൻ എന്നൊക്കെ അറിയപ്പെടുന്നത് കെ സച്ചിദാനന്ദനാണ് കേട്ടോ. അദ്ദേഹത്തിൻ്റെ ഒരുപാട് പോയംസും ഒരുപാട് വർക്കുകളും നമുക്കൊക്കെ പരിചയമുള്ളതാണ്. വൈൽ ഐ റൈറ്റ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു വർക്കാണ്, പോയമാണ് മിസ്പ്ലേസ്ഡ് ഒബ്ജക്ട്സ് ആൻഡ് അതർ പോയംസ്. ദ മിസ്സിംഗ് റിബ്, നോട്ട് ഓൺലി ദ ഓഷ്യൻസ്, ദ വിസ്പറിംഗ് ട്രീ, നോ ബോർഡേഴ്സ് ഫോർ മീ, അതുപോലെ ആൻഡ് സിംഗിങ് ഇൻ ദ ഡാർക്ക്, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള വർക്കുകളാണ്. അദ്ദേഹത്തിന് ഹി ഗോട്ട് നൈറ്റ്ഹുഡ് ഓഫ് ദ ഓർഡർ ഓഫ് മെറിറ്റ് ഓഫ് ദ ഇറ്റാലിയൻ റിപ്പബ്ലിക്. അതൊരു ബഹുമതിയാണ്. അദ്ദേഹത്തിന് 2011 നൈറ്റ്ഹുഡ് ഓഫ് ദ ഓർഡർ ഓഫ് മെറിറ്റ് ഓഫ് ദ ഇറ്റാലിയൻ റിപ്പബ്ലിക് എന്ന് പറയുന്ന ബഹുമതി ലഭിച്ചത്. നമുക്ക് നമ്മുടെ പോയത്തിനെ കുറിച്ച് പറയാം. പിക്ചേഴ്സ് ഡ്രോൺ ഓൺ വാട്ടർ ഇസ് എ പോയം റിട്ടൺ ഇൻ ദ വേക്ക് ഓഫ് ദ ഗ്രേറ്റ് ഫ്ലഡ് ഇൻ കേരള ഇൻ 2018. 2018 പിക്ചേഴ്സ് ഡ്രോൺ ഓൺ വാട്ടർ എന്ന് പറയുന്ന പോയം എഴുതിയത്. ദ പോയം ഈസ് റൈറ്റിംഗ് ഇൻ 4 parts, റിട്ടൺ ഇൻ 4 parts, 4 ഭാഗങ്ങളിലാണ് ഈ കവിത എഴുതിയിട്ടുള്ളത്. ഓരോ ഭാഗവും ഈച്ച് ഡിവോട്ടഡ് ടു ഡിഫറെൻറ്റ് ഫേസസ് ഓഫ് ദ ഡെല്യൂജ്. ഡെല്യൂജ് എന്ന് പറഞ്ഞാൽ ഒരു പേമാരിയാണ്. ഈ പേമാരി, ആ 2018 വെള്ളപ്പൊക്കമില്ലേ, ആ വെള്ളപ്പൊക്കത്തിൻ്റെ 4 ഭാഗങ്ങളാണ്, 4 തലങ്ങളാണ് ഇതിൽ പറയുന്നത്. The most exquisitely establishes a parallel between the coming of flood waters and an encroacher who comes into the house എന്നതാണ്. അപ്പം വെള്ളപ്പൊക്കം വരുന്നതും അതുപോലെ തന്നെ വെള്ളം ഇവരുടെ ഓരോ വീടുകളിലേക്ക് അതിക്രമിച്ച് കയറുന്നതൊക്കെയാണ് പറയുന്നത്. ഈറ്റ്സ് ഹാസ് എ സിയസ്റ്റ ആൻഡ് ദെൻ ഫോഴ്സസ് ദ റെസിഡൻസ് ടു ലീവ്. അപ്പോൾ അവിടെയുള്ള ആളുകളോടൊക്കെ അവിടുന്ന് ഒഴിഞ്ഞു പോകാൻ നിർബന്ധിക്കുന്ന ഒരു എൻക്രോച്ചറായിട്ടാണ്, ഒരു അതിക്രമകാരിയായിട്ടാണ് ഈ വെള്ളപ്പൊക്കത്തെ അദ്ദേഹം ഇവിടെ അവതരിപ്പിക്കുന്നത്. This analogy reflects how what is expected to be normal monsoon turned out into a fierce deluge all of a sudden and wreaked havoc in the state എന്നുള്ളതാണ്. അപ്പോൾ അത് സാധാരണ ഒരു വെള്ളപ്പൊക്കമായിട്ടാണ് ആളുകൾ വിചാരിച്ചിരുന്നത്. പക്ഷേ അങ്ങനെയല്ല. പിന്നീട് ഒരു ഹാവോക്കായിട്ട്, വലിയൊരു പേമാരിയായിട്ട് പെയ്യുകയും ആളുകളെ ഒരു ദുരിതത്തിലാക്കുകയും ചെയ്ത ഒരു സംഭവമായിട്ട്. The next short section becomes a comment on the courage and resilience shown by the people in the face of a tragedy. പിന്നെ അടുത്ത സെക്ഷനിൽ പറയുന്നത് ആളുകൾ, സഹനശേഷിയുള്ള ആളുകൾ അതിനെ തരണം ചെയ്ത് മുന്നേറിയ ആ ഒരു അവസ്ഥയാണ്. ഹോപ്പ് ഷൈൻസ് ലൈക്ക് ദ സൺ ഓവർ ഓൾ മിസറീസ്, ദ പോയറ്റ് വുഡ് ലൈക്ക് അസ് ടു ബിലീവ്. ദ ഫൈനൽ പാർട്ട് സ്ലഷ് എന്നാണ്. സ്ലഷ് എന്ന് പറഞ്ഞാൽ മൺകുഴമ്പാണ്, ചളി നിറയും, വീടിൻ്റെ ഉള്ളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. സ്ലഷ് ഈസ് എ ഫൈൻ പീസ് ഓഫ് ഇക്കോളജിക്കൽ പോയട്രി. ദ പോയറ്റ് subtly suggests we lost something which now resides in the memory of slush left behind by water. ഇപ്പോഴും ആ ഒരു ചെളിയിൽ നമുക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ആ 2018 വെള്ളപ്പൊക്കം. ദ പോയം ഈസ് ട്രാൻസ്ലേറ്റഡ് ഫ്രം മലയാളം ബൈ ദ പോയറ്റ് ഹിംസെൽഫ്. ഓക്കെ, നോക്കാം. ഫസ്റ്റ് ആസ് വി ലുക്ക് ഓൺ. ഓക്കെ, ആസ് വി ലുക്ക് ഓൺ എന്ന് പറയുന്ന ആ ഒരു ഭാഗമാണ് പിക്ചേഴ്സ് ഡ്രോൺ ഓൺ വാട്ടർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഫസ്റ്റ് ഭാഗമാണ് പോയത്തിൽ. ആസ് വി ലുക്ക് ഓൺ വാട്ടർ കംസ് ഇൻ. നമ്മൾ നോക്കി നിൽക്കുന്ന സമയത്താണ് വെള്ളം അതിക്രമിച്ച് കയറുന്നത്. വാട്ടർ കംസ് ഇൻ ലൈക്ക് എ ലോങ് നോൺ നെയ്ബർ. ഒരുപാട് കാലം പരിചയമുള്ള ഒരു അയൽവാസിയെ പോലെ കയറി വന്നതാണ് ഈ വെള്ളം.
2018 വെള്ളം. ത്രൂ ദ ഗേറ്റ് ടു ദ കോർട്ട്യാർഡ്, ഫ്രം ദ സ്റ്റെപ്സ് ടു ദ കോറിഡർ. നമ്മളിപ്പം ഗേറ്റിലൂടെ കയറി വന്നു, എന്നിട്ട് കോർട്ട്യാർഡിലേക്ക്, മുറ്റത്തേക്ക് എത്തി. അവിടുന്ന് നേരെ നമ്മുടെ ഇടനാഴികയിലേക്ക് കയറി. ഫ്രം ദ ഡ്രോയിങ് റൂം ടു ദ സ്റ്റോർ റൂം, ഡ്രോയിങ് റൂമിലൂടെ സ്റ്റോർ റൂമിലെത്തി. വിത്തൗട്ട് കെയറിങ് ടു അനൗൺസ് ഇറ്റ്സ് നെയിം, അതിൻ്റെ പേര് കൂടി പറയാതെ. ഓക്കെ, ഈവൻ ഫൊഗറ്റിംഗ് ഇറ്റ് ഈസ് എ റിവർ, ഇതൊരു പുഴയാണെന്നുള്ള ഒരു ബോധം കൂടി ഇല്ലാതെ നേരെ വീടിൻ്റെ വരാന്തയിലേക്ക് കയറി വരിക. സോറി, നോ വെയർ എൽസ് ടു ഗോ, വാട്ടർ ക്രിസ്പ്ലി ടെൽസ് ദ ഔ-സ്ട്രക്ക് പീപ്പിൾ ഓഫ് ദ ഹൗസ്. അപ്പോൾ ആളുകളൊക്കെ ഭയന്ന് നിൽക്കുകയാണ്. അപ്പോൾ അവരോട് പറയാണ്, വേറെ എവിടേക്കും പോകാനില്ല, അതുകൊണ്ട് ഞാൻ നിൻ്റെ വീട്ടിലേക്ക് തന്നെ വന്നു എന്നാണ് പറയുന്നത്. സ്ലോലി ഇറ്റ് എൻറ്റേഴ്സ് ദ കിച്ചൺ, അങ്ങനെ പതുക്കെ അത് കിച്ചണിലേക്ക് പോകുന്നു. ഡിവോഴ്സ് വാട്ട് എവർ ഇറ്റ് സീസ്, അത് കിട്ടുന്നതൊക്കെ അത് ഡിവോർ എന്ന് പറഞ്ഞാൽ ആർത്തിയോട് കൂടി കഴിക്കുക എന്നുള്ളതാണ്. അവിടെ ആർത്തിയോട് കഴിക്കുകയല്ല, എല്ലാം നശിപ്പിക്കുക എന്നുള്ളതാണ്. ഗോസ് ടു ദ ബാത്റൂം, ബാത്റൂമിലേക്ക് കയറുന്നു വെള്ളം. സ്ട്രെച്ചസ് ഇറ്റ് സെൽഫ് ബിഹൈൻഡ് ദ ഡോർ ലെഫ്റ്റ് അജാർ, അങ്ങനെ തുറന്നിട്ട വാതിലിൻ്റെ ഉള്ളിലൂടെ ഇടിച്ച് കയറുകയാണ്. ദെൻ സ്ലോലി ഇറ്റ് വേക്സ് അപ്പ്, straightens its back and scares the residents with its exposed muscles. ഇതൊരു വ്യക്തിയെ പോലെയാണ് ഇവിടെ പറയുന്നത്. ഒരു വെള്ളത്തെ പൊങ്ങി വരുന്ന വെള്ളത്തെ ഒരു വ്യക്തിയെ പോലെയാണ് പറയുന്നത്. പേഴ്സോണിഫിക്കേഷനാണ്. അങ്ങനെ അതിൻ്റെ മസിൽ ഉപയോഗിച്ചുകൊണ്ട് ആ വീട്ടിലുള്ള ആളുകളൊക്കെ പേടിപ്പിക്കുന്ന രൂപത്തിലാണ് ഇത് പറയുന്നത്. ഇറ്റ് ബ്രേക്സ് ഫാസ്റ്റ് ഓൺ വാട്ട് എവർ ഇറ്റ് കംസ് അക്രോസ്, അതിൻ്റെ മുന്നിലുള്ള എല്ലാത്തിനെയും അത് നശിപ്പിക്കുകയാണ്, പൊട്ടിക്കുകയാണ്. ടച്ചസ് ദ സീലിംഗ് വിത്ത് ഇറ്റ്സ് വോളൻ ബെല്ലി എന്നുള്ളതാണ്. അതിൻ്റെ വയറ് കൊണ്ട് അതിൻ്റെ സീലിംഗ്, പുരയുടെ മേൽക്കൂര പോലെ വരെ തൊടുന്നുണ്ട് എന്നുള്ളതാണ്. അണ്ടിൽ ദ പീപ്പിൾ ഇൻ ദ ഹൗസ് എക്സ്പ്ലെയിൻ ഇൻ ഫിയർ, വി ഷാൽ ലീവ്. അതുവരെ ആളുകൾ അവിടുന്ന് ഞങ്ങൾ പോകുമെന്ന് പറയുന്നത് വരെ അവരൊക്കെ പേടിപ്പിക്കുകയാണ്. അതാണ് ഫസ്റ്റ് സെക്ഷൻ, ഏത് ആസ് വി ലുക്ക് ഓൺ. രണ്ടാമത്തെ സെക്ഷനാണ് ദ ബോട്ട് എന്ന് പറയുന്ന സെക്ഷൻ. എ സിക്ക് മദർ, പ്രഗ്നൻറ്റ് ഡോട്ടർ, എ സൺ ഹു ലുക്സ് ആഫ്റ്റർ ഓൾ അറ്റ് ഹോം. അവിടെ ആരൊക്കെയാണ് അതിലുണ്ടാവുന്നത്? ഒരു സിക്ക് മദർ ഉണ്ട്. ആ ബോട്ടിൽ കയറി രക്ഷപ്പെടാനുള്ള, ബോട്ടിൽ കയറിയ വേറെ രക്ഷയില്ലല്ലോ, നടന്നു പോകാൻ കഴിയില്ല, വെള്ളമാണ് എല്ലായിടത്തും. പ്രഗ്നൻറ്റ് ഡോട്ടർ ഉണ്ട്. ഓക്കെ, എ സൺ ഹു ലുക്സ് ആഫ്റ്റർ, എല്ലാവരും അവരെ നോക്കി നടക്കുന്ന മകനെയും എല്ലാവരെയും കയറ്റിയിട്ട് തോണിയിൽ പോവാണ്. ദ റെസ്ക്യൂ ബോട്ട് ഹാസ് സ്പേസ് ലെഫ്റ്റ് ഓൺലി ഫോർ വൺ. അപ്പോൾ അങ്ങനെയാണ് ഈ റെസ്ക്യൂ ബോട്ടിൽ ആകെ ഒരാളെ രക്ഷിക്കാനേ സ്ഥലമുള്ളൂ. ദ ത്രീ ക്വാറൽ അമംഗ് ദംസെൽസ്, എന്നിട്ട് 3 പേരും അതിൽ കയറണം എന്ന് പറഞ്ഞിട്ട് അവർ വാശി പിടിക്കുന്നു. നോട്ട് ടു ഗെറ്റ് ഇൻ ടു ദ ബോട്ട് ബട്ട് ഫോർ ദ അതർ ടു ക്ലൈംബ് ഇൻ എന്നുള്ളതാണ്. അവർ ശരിക്കും അതിൽ കയറാൻ വേണ്ടിയിട്ട് അന്യോന്യം വാശി പിടിക്കില്ല, മറിച്ച് ഇതിൽ നീ കയറിക്കോ എന്ന് പറഞ്ഞിട്ട് കൊണ്ട് അവർ വാശി പിടിക്കാം. നീ കയറിക്കോ, മറ്റുള്ളവരുടെ ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഓരോരുത്തരും ശ്രമിക്കുന്നത്. ട്രാജഡി മേക്സ് ഹ്യൂമൻ ബീയിങ്സ് സെൽഫ്ലെസ് ആൻഡ് ഡെത്ത് ഫിയർലെസ്. അങ്ങനെ ഇത്തരം ട്രാജഡി ഉണ്ടാകുന്ന സമയത്താണ് മനുഷ്യന്മാർ സ്വന്തം കാര്യം മാത്രം നോക്കാത്ത ആളുകളായിട്ട് മാറുകയാണ്. മാത്രമല്ല മരണത്തെ ഭയമില്ലാത്ത ആളുകളായിട്ട് മാറുകയാണ്. ഇനി അടുത്തതാണ് ദ ക്യാറ്റ് അബാൻഡൻഡ് ഇൻ ദ ഹൗസ്, സോ ഫിഷസ് കമ്മിങ് ക്ലോസ്. അങ്ങനെ ഒരു വീട്ടിൽ ഇത്തരം വെള്ളം കയറിയ വീട്ടിൽ പൂച്ച അവിടെ എന്താക്കാണ്, അവിടെ ഉപേക്ഷിക്കപ്പെട്ട പൂച്ചയാണ്. അങ്ങനെ മീനുകളൊക്കെ അങ്ങനെ കയറി വരുന്നത് പൂച്ച കാണുന്നുണ്ട്, കാരണം വെള്ളത്തിൽ മീനുമുണ്ട്. ടിക്ലിങ് ആൻഡ് ലോഫിങ് അറ്റ് ഹിം, പക്ഷേ അത് കിട്ടൂല, മീനുകൾ കയറി വരുന്നുണ്ട് പക്ഷേ വെള്ളത്തിലാണ്, കിട്ടൂല. ക്യാൻ പ്രേസ് ലോഫ് ലൈക്ക് ദിസ്, പ്രാർത്ഥനകൾക്ക് ഇതുപോലെ ചിരിക്കാൻ പറ്റുമോ? ആൻഡ് ട്രാൻസിയൻസ് സ്പ്രെഡ് ഇറ്റ്സ് നെറ്റ് സോ ഫാസ്റ്റ്. ഈ നൈമിഷികൾ, ഈ ട്രാൻസിയൻസിന് സ്പ്രെഡ് ഇറ്റ്സ് നെറ്റ് സോ ഫാസ്റ്റ് എന്നുള്ളതാണ്. അതിൻ്റെ നെറ്റ്, അതിൻ്റെ വല എത്ര വേഗം വിരിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. നൈമിഷികമാണ് നമ്മുടെ ജീവിതം, എന്നാലും ഇത്രയും പെട്ടെന്നൊക്കെ ജീവൻ എടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. when there is no branch or wall to climb upon, even a cat becomes a philosopher എന്നുള്ളതാണ്. അവിടെ ഈ വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരു കൊമ്പും ചില്ലയും ഒന്നും ഇല്ലാത്ത സമയത്ത് ഒരു പൂച്ച പോലും ഒരു ഫിലോസഫറായിട്ട് മാറുന്നു എന്നാണ് പറഞ്ഞത്. അടുത്താണ് സ്ലേറ്റ് എന്ന് പറയുന്നത്. സിറ്റിംഗ് അണ്ടർ ദ വാട്ടർ ഇൻ ദ വേക്കൻറ്റ് ഹൗസ്, ദ ചൈൽഡ്സ് സ്ലേറ്റ് റിമെമ്പേർഡ്. അങ്ങനെ വെള്ളത്തിൻ്റെ അടിയിൽ നിൽക്കുന്ന സമയത്തും, ഈ വീട്ടിൽ ആരോരും ഇല്ലാത്ത ഈ വീട്ടിൽ വെള്ളത്തിൻ്റെ അടിയിൽ നിൽക്കുന്ന സമയത്തും ഈ കുട്ടിയുടെ സ്ലേറ്റ് അവിടെ
ഓർമ്മ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആരോരുമില്ല, വെള്ളം കയറി എല്ലായിടത്തും നശിപ്പിച്ച ഒരവസ്ഥയാണ്. അപ്പോൾ ആ സമയത്തും കുട്ടിയുടെ സ്ലേറ്റ് വെള്ളത്തിൻ്റെ അടിയിലായിട്ടുണ്ട്. ദ ഹിസ്റ്ററി ഓഫ് എവല്യൂഷൻ ദാറ്റ് ലേ ഹിഡൻ ഇൻ ദ റോക്ക് ഫ്രം വിച്ച് ഇറ്റ് വാസ് കട്ട്. അപ്പോൾ ഇദ്ദേഹം അതൊരു കമ്പാരിസൺ കൊടുക്കുകയാണ്. ഈ കമ്പാരിസണിൽ ഇദ്ദേഹം പറയുന്നത്, അപ്പോൾ ഇവിടെ ഒരു കമ്പാരിസൺ നടത്താണ്. അവിടെ ഈ സ്ലേറ്റുകളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് പാറയിൽ നിന്നാണ്. ഈ പാറ കഷ്ണങ്ങൾ വെള്ളത്തിൻ്റെ അടിയിലുണ്ടാവും. അതുപോലെയാണ് ദ ഹിസ്റ്ററി ഓഫ് ഇവല്യൂഷൻ ദാറ്റ് ലേ ഹിഡൻ ഇൻ ദ റോക്ക് ഫ്രം വിച്ച് ഇറ്റ് വാസ് കട്ട്, അല്ലേ? ഓക്കെ, ആ റോക്കിൽ നിന്നാണിത് ഈ സ്ലേറ്റ് ഉണ്ടാക്കിയത്. ദ വേർഡ്സ് ആൻഡ് സ്കെച്ചസ് ക്രൗഡ് ഓൺ ഇറ്റ്സ് ഗ്രേ സർഫേസ് ബൈ ടൈനി ഹാൻഡ്സ് എന്നതാണ്. അതിൻ്റെ മുകളിലൂടെ ഇഴയുന്നത്, ഈ സ്ലേറ്റിൻ്റെ മുകളിലൂടെ ഇഴയുന്നത് വാക്കുകളും അതുപോലെ തന്നെ വരകളുമാണ്. ഓൺ ഇറ്റ്സ് ഗ്രേ സർഫേസ് ബൈ ടൈനി ഹാൻഡ്സ്, അതൊരു വാക്കുകളും വരകളും ഒക്കെ അതിൻ്റെ ജീവനുള്ള ഒരു വ്യക്തിയെ പോലെയാണ് ഇവിടെ ചിത്രീകരിക്കുന്നത്. Now the slate is thinking of creating a new universe within its favor wooden frames. ഇവിടെ സ്ലേറ്റ് ചിന്തിക്കുന്നത് എന്താണ്? തിങ്കിങ് ഓഫ് ക്രിയേറ്റിംഗ് എ ന്യൂ യൂണിവേഴ്സ്, ഒരു പുതിയ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാനാണ്. വിത്തിൻ ഇറ്റ്സ് ഫോർ വുഡൻ ഫ്രെയിംസ് ഇറ്റ് ഡ്രീംസ് ഓഫ് എ സ്കൈ വേർ ലെറ്റേഴ്സ് റൈസ് ലൈക്ക് സ്റ്റാർസ്. ഇത് ഒരു ആകാശത്തെക്കുറിച്ചിട്ടാണ് സ്വപ്നം കാണുന്നത്. വേർ ലെറ്റേഴ്സ് റൈസ് ലൈക്ക് സ്റ്റാർസ് എന്നാണ്. വാക്കുകൾ നക്ഷത്രം പോലെ ഉയരുകയാണ്. ലെറ്റ് വാട്ടർ റിസീഡ് ലെറ്റ് ദ സൺ റിട്ടേൺ. ഒരിങ്ങനെ ആ വാക്കുകളിലുള്ള ഒരു പ്രാർത്ഥന പോലെ, ഈ വെള്ളം ഇറങ്ങിപ്പോവട്ടെ, ലെറ്റ് ദ സൺ റിട്ടേൺ, സൂര്യൻ വീണ്ടും വരട്ടെ, സൂര്യൻ വീണ്ടും ഉദിക്കട്ടെ. ഐ വിൽ അഗെയിൻ ബി എ പാർട്ട് ഓഫ് ദ എർത്ത് ആൻഡ് ദസ് ഓഫ് ഇൻഫിനിറ്റി. ഞാൻ ഈ ഭൂമിയുടെ ഭാഗമാകും, അതിലൂടെ ഞാൻ അനന്തതയുടെ ഭാഗമാകും എന്ന് പറയാം. ഭൂമിയുടെ ഭാഗമാകും, അതിലൂടെ ഞാൻ അനന്തതയുടെ ഭാഗമാകും. ലാസ്റ്റ് ഭാഗമാണ് സ്ലഷ് എന്ന് പറയുന്നത്. ദ സ്ലഷ് ഗ്യാതേർഡ് ഇൻ ദ ഹൗസ് ഈസ് ഫിൽഡ് ഓഫ് ടേർബിഡ് മെമ്മറീസ്. അപ്പം ഈ വെള്ളം ഇറങ്ങിപ്പോയാലും, അപ്പോൾ സ്ലഷ് എന്ന് പറയുന്നതാണ് ഏറ്റവും അവസാനത്തെ ഇതിൻ്റെ ഭാഗം. സ്ലഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചളിയാണ്. അപ്പോൾ വെള്ളപ്പൊക്കം ഉണ്ടെങ്കിൽ പിന്നെ അവിടെ ചളിയുണ്ടാവും. വെള്ളം കയറിയിട്ട് കുന്നും മലയും ഒക്കെ ഇടിഞ്ഞിട്ടാണ് ഈ വെള്ളം വരുന്നത്. അപ്പോൾ അങ്ങനെ ചളി കൂടും. ദ സ്ലഷ് ഗ്യാതേർഡ് ഇൻ ദ ഹൗസ് ഈസ് ഫുൾ ഓഫ് ടേർബിഡ് മെമ്മറീസ് നൗ സോളിഡ്. അപ്പോൾ ഇത് വെള്ളം കയറിയ വീട്ടിലുള്ള ചളി കാണുന്ന സമയത്ത് നമുക്ക് ഫുള്ള് ഓർമ്മ വരും ഈ ചളിയും ഈ വെള്ളവും ദുരിതവും പ്രശ്നങ്ങളും പ്രയാസങ്ങളും. ഫീൽഡ്സ് പാഡി, ഈ പാടത്തും പറമ്പത്തും വയലിലും ഒക്കെ നമുക്ക് കാണാൻ പറ്റും സ്ലഷ്. പോണ്ട്, ലില്ലി, അല്ലേ, എല്ലായിടത്തും, തടാകത്തിലും ഓക്കെ, പൂക്കളിലും ഒക്കെ. ബ്ലൂ ഫ്ലവേഴ്സ് ഇൻ ദ ഹാർവസ്റ്റഡ് ഫീൽഡ്സ്. ഓക്കെ, ബ്ലൂ ഫ്ലവേഴ്സ്, നമ്മളിപ്പം കൊയ്ത പാടത്തുണ്ടാവുന്ന ആ നീല പൂക്കൾ, ലില്ലി പൂക്കൾ. ചിൽഡ്രൻ റേസിങ് ടു ഗ്യാദർ ഫ്ലവേഴ്സ്, അങ്ങനെ കുട്ടികൾ ഓടി വരികയാണ് പൂക്കൾ പറിക്കാൻ. ലിറ്റിൽ ഫ്ലവർ ബാസ്ക്കറ്റ്സ് ഹാങ്ങിങ് ഫ്രം ദെയർ നെക്സ്. ഇതൊക്കെ ഈ ഓർമ്മകളൊക്കെയാണ് വരുന്നത്. പണ്ട് കാലത്ത് ഈ വെള്ളം കയറുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ഈ അവസ്ഥ എന്ന് പറഞ്ഞാൽ പാടത്തും പറമ്പത്തും ഓടി നടന്ന് ചെറിയ ചെറിയ പാത്രങ്ങളിൽ പിന്നെ പൂക്കൾ ശേഖരിച്ച് വരുന്ന കുട്ടികൾ. ലിറ്റിൽ ഫ്ലവർ ബാസ്ക്കറ്റ്സ് ഹാങ്ങിങ് ഫ്രം ദെയർ നെക്സ്. പാരറ്റ്സ് ലൈക്ക് ഫ്ലൈയിങ് ഗ്രീൻ കോറൽ ലീവ്സ്. പിന്നെ തത്തകൾ കൂട്ടമായിട്ട് ഇങ്ങനെ പറക്കുന്നത്, അതിൻ്റെ കൊക്കിൽ ചെറിയ ഇലകളുണ്ടാവും. യെല്ലോ ബട്ടർഫ്ലൈസ് ആസ് ഈഫ് ഓൺ ഫയർ. ഈ മഞ്ഞ പിന്നെ ബട്ടർഫ്ലൈസ് അതിങ്ങനെ പറക്കുന്നത് ഓൺ ഫയർ. അത് ഏകദേശം അതിങ്ങനെ വായുവിൽ പറക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു തീ പോലെ തോന്നും. ദ ട്രാങ്ക്വിൽ ഹൈ നൂൺ ഓഫ് ഗ്രേസിങ് കൗസ്. അതുപോലെ ആ ശാന്തമായ ഒരു ഉച്ച സമയം, അവിടെ പശുക്കൾ ഇങ്ങനെ മേയുന്നുണ്ടാവും. ദ ഡൗൺ ഓഫ് മെൻ ആൻഡ് ബുൾസ്. അതുപോലെ തന്നെ പ്രഭാതത്തിൽ ആളുകളും ഈ കാളകളും, അല്ലേ, ആ കാളകളെ തീറ്റിക്കുന്നതും കാളകളുമായി പോകുന്ന ആളുകളും. ഡാർക്ക് ഹാൻഡ്സ് സോയിങ് സീഡ്സ്. പിന്നെ ഈ വിത്ത് വിതയ്ക്കുന്ന കറുത്ത കരങ്ങൾ എന്ന് പറഞ്ഞാൽ പാടത്ത് ഒക്കെ പണിയെടുത്തിട്ട്
കൈയൊക്കെ കറുത്ത കളറായിട്ടുണ്ടാവും. ഇതാണ് ദ ലീൻ ഹാൻഡ്സ് ഓഫ് ദ റെയിൻ. അപ്പോൾ ഈ മഴയെ പോലും ഒരു പിന്നെ എന്താ പറയുക ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ പറയുന്നത്. ദ ലീൻ ഹാൻഡ്സ് ഓഫ് ദ റെയിൻ, ആ മഴയുടെ കരങ്ങൾ, മെലിഞ്ഞ കരങ്ങൾ. ദ ഫസ്റ്റ് ഫെർട്ടൈൽ ഡേ ഓഫ് ദ എർത്ത്, അതുപോലെ തന്നെ ഭൂമിയിലെ ആദ്യത്തെ ഫലഭൂഷ്ഠിയുടെ ദിനം. വെൻ ഇറ്റ് വാസ് ബേൺഡ് ഔട്ട് ആൻഡ് ഇറ്റ് ഹാഡ് റെയിൻഡ്. ഓക്കെ, അതാണ് ഇപ്പം പിന്നെ നല്ല ചൂടുള്ള സമയത്ത് പെട്ടെന്നൊരു മഴ, പുതുമഴ എന്ന് പറയും. പുതുമഴ പെയ്യുന്ന സമയത്ത്. ഓക്കെ, ടേണിങ് ദ സോയിൽ ഇൻ ടു സ്ലഷ്. അത് പെയ്യുന്ന സമയത്ത് ഈ ഭൂമിയിലുള്ള ഈ മണ്ണൊക്കെ ചളിയായിട്ട് മാറുന്ന സമയം. ദ ഫസ്റ്റ് ബ്ലേഡ് ഓഫ് ഗ്രാസ്, അതുപോലെ അതായത് മുളച്ചു വരുന്ന ആ ഒരു പുല്ലുകൾ. ഇതൊക്കെയാണ് ഇതിൽ പറയുന്നത്. ദ ലീൻ ഹാൻഡ്സ് ഓഫ് ദ റെയിൻ, ദ ഫസ്റ്റ് ഫെർട്ടൈൽ ഡേ ഓഫ് ദ എർത്ത്, when it was burnt out and it had rained, turning the soil into the slush. Okay, how does water come into the house? As an encroacher എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ആസ് എൻ എൻക്രോച്ചർ, ഒരു അതിക്രമകാരി, അതിക്രമിച്ച് കയറുന്ന ആളെപ്പോൾ. വൈ ഡു 3 people quarrel as the boat arrives? നീ കയറ് മറ്റുള്ള ആളുകളോട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. What makes the cat a philosopher? Because when it was raining, when it was during flood, it becomes a philosopher എന്നുള്ളതാണ്. അല്ല, what does the slate remember? The slate remember the words and the sketches on it. അത് വേർഡ്സും സ്കെച്ചസും അതിൻ്റെ മുകളിൽ ഇങ്ങനെ എന്താവാണ് അത് വേർഡ്സ് ആൻഡ് സ്കെച്ചസ് ക്രൗഡ് ഓൺ ഇറ്റ്സ് ഗ്രേ സർഫസ് ബൈ ടൈനി ഹാൻഡ്സ് എന്നാണ്. പേജ് നമ്പർ 137 ഫസ്റ്റ് സ്റ്റാൻസിൽ പറയും. വാട്ട് ഹാപ്പൻസ് ടു ദ സ്ലഷ് ഗ്യാതേർഡ് ഇൻ ദ ഹൗസ്? അപ്പം ഇറ്റ് റിമൈൻഡ്സ് അസ് സംതിങ്. എന്താണ് ദ സ്ലഷ് ഗ്യാതേർഡ് ഇൻ ദ ഹൗസ്? സ്ലഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഫുൾ ഓഫ് ടേർബിഡ് മെമ്മറീസ് ആണ്. ഹൗ സോളിഡ്, അത് സോളിഡ് ആവുന്നുണ്ട്, ഫുൾ ഓഫ് ടേർബിഡ് മെമ്മറീസ്, പഴയ കാലം ഇങ്ങനെ ഓർക്കുന്നുണ്ട്. ഓക്കെ, and what does the slate stand for? The slate stands for the എന്താ പറയുക sitting under the water in the vacant, the child slate remember the history of the evolution. പേജ് നമ്പർ 136 ലാസ്റ്റും 37 ഫസ്റ്റ് പാരഗ്രാഫ്. The history of evolution that lay hidden in the rock. അതാണ് ശരിക്ക് the slate. The slate stands for the history of evolution that lay hidden in the rock. ഓക്കെ, അപ്പോൾ അതോടുകൂടി നമ്മുടെ ഏറ്റവും അവസാനത്തെ പോയമായ പിക്ചേഴ്സ് ഡ്രോൺ ഓൺ വാട്ടർ എന്ന് പറഞ്ഞ കെ സച്ചിദാനന്ദൻ്റെ വർഷം കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, പഠിക്കുക, നല്ലോണം പഠിക്കുക, പോയത്തിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറൊക്കെ നോക്കുക. എന്നിട്ട് നല്ല രീതിയിൽ മാക്സിമം നന്നാക്കി എഴുതുക. നല്ല ഹാൻഡ് റൈറ്റിൽ വൃത്തിയോടുകൂടി പാരഗ്രാഫൊക്കെ തിരിച്ചിട്ട് പോയിൻ്റൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് എഴുതുക. നല്ല മാർക്ക് കിട്ടും. എല്ലാവരും ക്ലാസ്സുകൾ കാണുക. വേണമെങ്കിൽ അറിയാത്തതുണ്ടെങ്കിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണുക കേട്ടോ. താങ്ക് യു.